ഹലോ മക്കളെ, എല്ലാവർക്കും ആശ്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറഞ്ഞ പാഠമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. എന്തായാലും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് നേരം കളയണ്ട, പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്, ദേശീയ വനിതാ കമ്മീഷൻ. അപ്പോൾ പേജ് നമ്പർ 138 ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 138 നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. ആ ഫോട്ടോസിൽ എല്ലാ സ്ത്രീകളുടെ കയ്യിലും, ഒരുവിധം എല്ലാ സ്ത്രീകളുടെ കയ്യിലും എന്തുണ്ട്, പ്ലക്കാർഡ് ഉണ്ട്. അവർ ഒരുപാട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. എൻഷുവർ ഈക്വൽ ജസ്റ്റിസ്, അല്ലേ? എൻഷുവർ ഈക്വൽ ജസ്റ്റിസ്, തുല്യ നീതി ഉറപ്പുവരുത്തുക. എൻഷുവർ ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം ഉറപ്പുവരുത്തുക. ദെൻ പ്രൊട്ടക്റ്റ് വുമൺസ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. എൻഷുവർ ദ സേഫ്റ്റി ഓഫ് വുമൺ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക. എൻഷുവർ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഒക്കുപ്പേഷൻ, വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുക. ദെൻ എൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. ദെൻ പ്രൊട്ടക്ട് ഫ്രം സെക്ഷൽ വയലൻസ്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കുറച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലും ഇതൊക്കെ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 139 ഫസ്റ്റ് ഇതൊരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയുന്ന ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പിന്നെ ഇത്തരത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. The most important function of the National Women's Commission is to intervene in the various issues faced by women in society and to suggest legal solutions. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്, അതായത് പിന്നെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതുപോലെ തന്നെ നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, നടപടികൾ ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ നാഷണൽ വുമൻസ് കമ്മീഷൻ ഈസ് ടു ഇൻ്റർവീൻ ദ വേരിയസ് ഇഷ്യൂസ് faced by women in society and to suggest legal solutions. The commission was founded on 31st January 1992. The commission consists of a chairperson, 5 members and a member secretary. അപ്പോൾ നോക്കുക, പിന്നെ ദേശീയ വനിതാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1992 ജനുവരി 31. ഓക്കെ, 1992 ജനുവരി 31. അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 5 അംഗങ്ങളും അതുപോലെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. എത്ര പേരാണ്? 5 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, ഒരു മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഈസ് 3 years. അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ദ നാഷണൽ വുമൻസ് കമ്മീഷൻ ഈസ് എക്വിപ്ഡ് വിത്ത് എക്സ്റ്റെൻസീവ് പവേഴ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ, ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് ഓഫ് വുമൺ. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയും അതുപോലെ അവരുടെ തുല്യതയ്ക്കും അവരുടെ അവകാശത്തിനും വേണ്ടിയിട്ട് വിപുലമായൊരു അധികാരവും ചുമതലയും ആർക്കുണ്ട്? പിന്നെ വനിതാ കമ്മീഷനുണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നാഷണൽ വുമൻസ് കമ്മീഷന് ഈ അധികാരങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് ഫങ്ഷൻസ് നോക്കാം, ചുമതലകൾ. ഒന്നാമത്തെ പോയിന്റ് എന്താ? എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ സേഫ്റ്റി ഓഫ് വുമൺ. അതായത് സ്ത്രീകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? പിന്നെ എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ സേഫ്റ്റി ഓഫ് വുമൺ, സ്ത്രീകളുടെ സേഫ്റ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. 2, ഗിവ് സജഷൻസ് ടു എലിമിനേറ്റ് ഇൻഈക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് അസമത്വങ്ങളും വിവേചനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇതില്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ എന്താണ്? അസമത്വവും വിവേചനവും ഇൻഈക്വാലിറ്റിയും പിന്നെ അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. നെക്സ്റ്റ്, സബ്മിറ്റ് പ്രൊപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ട് വുമൺസ് റൈറ്റ്സ്. അതായത് സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പുതിയ നിയമനിർമ്മാണങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം ആ നിയമനിർമ്മാണങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻ്റർവീൻ ഇൻ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻസ്. അതായത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനുള്ള
ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ആക്ടിവിറ്റീസ് ഫോർ എൻഷുറിങ് ജെൻഡർ ജസ്റ്റിസ്, അതായത് ലിംഗനീതി ഉറപ്പുവരുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. ദെൻ അഡ്വൈസ് ഗവൺമെൻറ്റ്സ് ഇൻ പോളിസി ഫോർമേഷൻ ഓൺ മാറ്റേഴ്സ് കൺസേണിങ് വുമൺ, അതായത് സ്ത്രീകളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പുതിയ പോളിസി രൂപീകരണത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾക്ക് എന്ത് കൊടുക്കുക, ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫങ്ഷൻസ് പഠിക്കാനുള്ള. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? There are laws in the country to ensure the rights and safety of women. Let's get to know some of them. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അവയിൽ ചിലതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേത് പറയുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. എന്താണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961? സ്ത്രീധന നിരോധന നിയമം 1961. ഓക്കെ, ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് was passed by Parliament in 1961 to eradicate the evil practice of dowry from the society and prevent atrocities in the name of dowry. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്നതാണ്, ന്യൂസിലൊക്കെ കാണുന്നതാണ്, ചില സമയങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ നടന്നതുമായിരിക്കാം മേ ബി. എന്താണ് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ അതിക്രമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ത്രീധനം എന്ന ദുരാചാരത്തെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി, തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റ് 1961 പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങളും ഒരുപാട് എന്താ പറയുക ചൂഷണങ്ങളൊക്കെ നേരിടുന്ന ഒരുപാട് ആൾക്കാർ, സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 1961 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണെന്ത്, സ്ത്രീധന നിരോധന നിയമം, അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഓക്കെ, dowry is the exchange of wealth on the occasion of marriage as per the prior agreement or under compulsion. If a person consents to marriage based on a promise of certain sum of money, jewelry or wealth, it is also dowry. അപ്പോൾ നോക്കാം, dowry is the exchange of wealth on the occasion of marriage as per prior agreement or under compulsion. അതായത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായിട്ട് പറഞ്ഞതായിരിക്കാം, സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മുൻധാരണകൾ പ്രകാരമോ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ധനത്തെയാണ് നമ്മൾ എന്ത് പറയാം, സ്ത്രീധനം എന്ന് പറയാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ if a person consents to marriage based on the promise of certain sum of money, jewelry or wealth, it is also dowry. അപ്പോൾ ഒരാൾ വിവാഹം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് മുന്നേ പറയും എന്താണ്, സ്വത്ത് ഇല്ലെങ്കിൽ ആഭരണങ്ങളോ സ്വത്തോ എടുക്കാമെന്ന് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു തുല്യമാണ്, സ്ത്രീധനം. അതും സ്ത്രീധനം തന്നെയാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഇഫ് എ പേഴ്സൺ കൺസെൻറ്റ്സ് ടു മാരേജ് based on the promise of certain sum of money, jewelry or wealth, it is also dowry. Both accepting and giving dowry are punishable under this law. അപ്പം സ്ത്രീധനം സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ നൽകുന്നതും ഈ നിയമപ്രകാരം എന്താണ്, കുറ്റമാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ഗാർഹിക പീഡന നിരോധന നിയമം 2005. നമ്മൾ ഇതൊക്കെ വാർത്തകളിലൊക്കെ കാണുന്ന കാര്യമാണ് അല്ലെ. ഗാർഹിക പീഡനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നോക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഓൺ 26 October 2006. അപ്പം ഈ ഗാർഹിക പീഡന നിരോധന നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വരുന്നത് 2006 October 26 എപ്പോഴാണ്? 2006 October 26 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, ദിസ് ലോ പ്രൊട്ടക്ട്സ് വുമൺ ഫ്രം വയലൻസ് ബൈ ദെയർ ലൈഫ് പാർട്ട്നേഴ്സ് ഓർ റിലേറ്റീവ്സ്. അപ്പം ഈ നിയമത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ജീവിത പങ്കാളി പാർട്ട്ണറിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരത്തിൽ വരുന്ന പീഡനങ്ങൾ നിന്ന് സംരക്ഷണം നൽകുന്ന നിയമമാണ് ഏത്? ഗാർഹിക പീഡന നിരോധന നിയമം അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഓക്കെ, ദെൻ ദ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് includes all activities that insult women or cause them danger. അപ്പോൾ പീഡനം എന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും എന്താണ്,
ഈ ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിലാണ് പെടുന്നത്. ഓക്കെ, അപ്പം ഈ ഗാർഹിക പീഡനത്തെക്കുറിച്ച് ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ജീവിത പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഏതുപെടും? ഈ ഗാർഹിക പീഡന നിയമത്തിൽ പെടുന്നതാണ് പറയുന്നത്. ഓക്കെ, ദ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് that insult women or cause them danger. Okay, then this law assures protection, boarding and financial help to women who are victim of the domestic violence. അപ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാവുന്ന പീഡനത്തിനൊക്കെ ഇരയാവുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതും അതുപോലെ തന്നെ സാമ്പത്തിക സമാശ്വാസ നടപടികളൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമം കൂടിയാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഓക്കെ, rights of all citizens should be protected in a democracy. Gender justice is very important in it. It is realized only when the rights and dignity of women are protected. അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണല്ലേ ഉള്ളത്. അപ്പോൾ എല്ലാവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് ജെൻഡർ ജസ്റ്റിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ലിംഗനീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഓൺലി വെൻ ദ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് വുമൺ ആർ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത് പൂർണ്ണമാവുക എന്നുള്ളത്, ഓക്കെ, അതായത് ജനാധിപത്യം പൂർണ്ണമാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യത കിട്ടുമ്പോഴാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമാണ് ഇതൊക്കെ കംപ്ലീറ്റ് ലിംഗനീതി എന്നുള്ള കൺസെപ്റ്റ് കൂടി പൂർണ്ണമാകത്തുള്ളൂ. ഓക്കെ, ദ വുമൺസ് കമ്മീഷൻസ് ടേക്ക് സ്റ്റെപ്സ് ടു ലീഗലി ഓവർകം ദ ആൻറ്റി വുമൺ ടെൻഡൻസീസ് ഇൻ എ സൊസൈറ്റി ഫ്രം ടൈം ടു ടൈം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീവിരുദ്ധമായ പ്രവണതകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രശ്നങ്ങളൊക്കെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നടപടികളും ആര് കൈക്കൊള്ളുന്നുണ്ട്? വനിതാ കമ്മീഷൻ കൈക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ദ വുമൻസ് കമ്മീഷൻ plays an important role in strengthening democracy by ensuring gender justice through interventions that ensures equal opportunity and rights. അതായത് ഈ ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം നടപടികളിലൂടെ സ്ത്രീകൾക്ക് എന്താണ് അവകാശങ്ങളും അവസരമൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജനാധിപത്യവും കുറച്ചും കൂടി ശക്തിപ്പെടുത്താനും വനിതാ കമ്മീഷനും എന്തുണ്ട് പ്രധാനമായ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. അപ്പോൾ നമ്മളത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് അല്ലേ, TV ന്യൂസാണ്. അപ്പോൾ ന്യൂസ് ഹെഡ്ലൈൻസ് നമുക്കിവിടെ കാണാം. അവിടെ ന്യൂനപക്ഷങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങളും ഈ ന്യൂനപക്ഷ സംഘടനകൾ മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങളൊക്കെയാണ് നമുക്കതിൽ കാണാൻ പറ്റുക. നോക്കിയേ, മേക്കപ്പ് ഫോർ ദ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഓഫ് മൈനോറിറ്റീസ്, സ്റ്റാർട്ട് മോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മേക്കപ്പ് ദ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ്നെസ് ഓഫ് മൈനോറിറ്റി. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കണം. അപ്പോൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. നെക്സ്റ്റ് നോക്കിയേ, പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്ക്രിപ്റ്റ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഇംപറേറ്റീവ്. ദെൻ എൻഷുർ ദ സോഷ്യൽ പ്രോഗ്രസ് ഓഫ് മൈനോറിറ്റീസ്. അതായത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ലിപി സംരക്ഷണം അനിവാര്യം എന്നാണ് ഫസ്റ്റ്. ദെൻ എൻഷുർ ദ സോഷ്യൽ പ്രോഗ്രസ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതി, സോഷ്യൽ പ്രോഗ്രസ് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ ആ ടെലിവിഷൻ ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മൈനോറിറ്റീസ് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ മൈനോറിറ്റിയിൽ എന്താണ് പറയുക, ന്യൂനപക്ഷ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഇനിയും അവർക്ക് ഉണ്ട്, ഇല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പാരഗ്രാഫ് നോക്കുക. മൈനോറിറ്റി കമ്മീഷൻ വാസ് ഫോംഡ് ടു എൻഷുർ ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ് ഓഫ് ദ കൺട്രി ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ദ ലോസ് എനാക്റ്റഡ് ഫോർ ദെയർ വെൽബീയിങ് ആർ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, most important function of the commission is to ensure the welfare of the religious, linguistic and cultural minorities by protecting their rights. അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് മതപരമായി, ഭാഷാപരമായി, സാംസ്കാരികപരമായും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇയർ നോക്കുക 1993
17th May ആണ്. ഓക്കെ, ദ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 17th May 1993. ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 members. അപ്പോൾ 1993 May 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ആരൊക്കെയാണ് അംഗങ്ങളുള്ള, എത്ര അംഗങ്ങളുള്ള നോക്കിയേ. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും, 5 അംഗങ്ങളും ഉണ്ടാവും ഈ കമ്മീഷനിൽ. ഓക്കെ, ദെൻ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മെമ്പർമാരെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അല്ലേ, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഓക്കെ, ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദ ടേം ഓഫ് ഓഫീസ് ഈസ് 3 years. എത്ര വർഷമാണ് അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്? 3 വർഷമാണ് ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. Then the National Minority Commission have extensive powers and functions to execute. അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് ഒരുപാട് വിപുലമായ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കാനുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ചുമതലകളാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ ക്ലിയർ ആയില്ല മക്കളെ? ഫംഗ്ഷൻ നോക്കുക. ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മൈനോറിറ്റീസ്. എന്താ അങ്ങനെ പറഞ്ഞാലേ, ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതായത് സാമൂഹിക വികസന പുരോഗതി. ആരുടെ? മൈനോറിറ്റീസിൻ്റെ, ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇവാലുവേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ മൈനോറിറ്റീസ്. അതായത് ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ഇത് നമ്മൾ വനിതാ കമ്മീഷൻ്റെ ഭാഗം പഠിക്കുമ്പോഴും ഇതുപോലൊരു ഭാഗം പഠിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക എന്നുള്ളതാണ്. Then third point, submit reports on the issues and crises faced by the minorities from time to time. അതായത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, ഇതൊക്കെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ടൈം ടു ടൈം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എക്സാമിൻ ദ കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ആക്ഷൻസ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പരിശോധിക്കുക, അതിന് വേണ്ട തുടർ നടപടികൾ ശുപാർശ ചെയ്യുക, അതുപോലെ തന്നെ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, സബ്മിറ്റ് സജഷൻസ് ഫോർ ദ അപ്കീപ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിരക്ഷകൾക്ക് കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഇതിൻ്റെയും ഫങ്ഷൻസ്, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, വനിതാ കമ്മീഷൻ പറഞ്ഞു, അതുപോലെ ഇപ്പം ഇതും ഈ ഭാഗവും കൂടി മൈനോറിറ്റി കമ്മീഷൻ്റെ ഭാഗം കൂടി എന്ത് ചെയ്യുക, നന്നായിട്ട് ഫങ്ഷൻസ് എല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇനി നെക്സ്റ്റ് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗം വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാമല്ലോ. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. നമ്മൾ ഓൾറെഡി മുമ്പത്തെ പാരഗ്രാഫിലും തൊട്ട് മുന്നത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ദ ഗ്രോത്ത് ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് ദ റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ് ഈസ് ഇംപ്രേറ്റീവ് ഫോർ ദിസ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയാം, അലോങ് വിത്ത് ദിസ് ദ ജനറൽ അവയർനെസ് ദാറ്റ് ദ മൈനോറിറ്റി വെൽഫെയർ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെജോറിറ്റി ഷുഡ് ബി ക്രിയേറ്റഡ്. അപ്പോൾ ഈ ഭൂരിപക്ഷം വരുന്ന വിഭാഗത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ന്യൂനപക്ഷക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ ന്യൂനപക്ഷക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെ ഒരു ചുമതലയാണ്. ഓക്കെ, ആ ഒരു പൊതുബോധം ജനങ്ങളിൽ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ എഫേർട്ട് ഓഫ് ദ മൈനോറിറ്റി കമ്മീഷൻ ടുവാർഡ്സ് ദ റിയലൈസേഷൻ ഓഫ് ദീസ് എൻഡ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്സ്റ്റൻഷൻ ഓഫ് ദി ഡെമോക്രസി. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ കമ്മീഷൻ ഇതിന് വേണ്ടിയിട്ട് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ ന്യൂനപക്ഷ കമ്മീഷനും മൈനോറിറ്റി കമ്മീഷനും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്.
അപ്പോൾ ഇന്ന് വരെ ഇത്ര വരെ എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. ഓക്കെ.